അമ്മ ഒരു ജ്യോത്സ്യനെ കണ്ട് എൻ്റെ ജാതകം കാണിച്ചു. 3 മാസത്തിനുള്ളിൽ എൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഈ ജന്മത്തിൽ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നാണ് അയാൾ പറയുന്നത്. അമ്മ അത് കേട്ടിട്ട് ആകെ പേടിച്ചിരിക്കുക. ഈ കാലത്തും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നത് ശരിയാണെന്ന് പ്രിയന് തോന്നുന്നുണ്ടോ? എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല സർ. പക്ഷേ ഈ പ്രായത്തിൽ അമ്മയുടെ വിശ്വാസങ്ങളൊക്കെ മാറ്റാൻ പറ്റുമോ? ഈ കാര്യത്തിൽ ഞാൻ അമ്മയെ എതിർത്ത. കല്യാണത്തിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനൊക്കെ കാരണം ജ്യോത്സ്യൻ പറഞ്ഞത് കേൾക്കാത്തതാണെന്ന് അമ്മയടക്കം ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും വിശ്വസിക്കും. എൻ്റെ അച്ഛൻ്റെ മരണം സംഭവിച്ചത് ജ്യോത്സ്യൻ പറഞ്ഞത് വകവയ്ക്കാത്തതുകൊണ്ടാണെന്ന് അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഓ, പാറു ലക്ഷ്മിയുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്താൻ വേണ്ടി ടെൻഷനടിച്ച് ഓടി നടക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ഇക്കാര്യം അവളോട് പറയുക? ആ, പ്രിയം പറയണ്ട. പാർവതിയോട് ഇക്കാര്യം ഞാൻ സംസാരിക്കാം. അതൊന്നും വേണ്ട സർ. ലക്ഷ്മിയുടെ കല്യാണം നല്ല രീതിയിൽ നടത്താൻ സാറ് പാറുവിൻ്റെ കൂടെ ഉണ്ടാവുന്നൊരു ഉറപ്പ് അവൾക്ക് കൊടുത്താൽ മതി. അവൾക്കത് കേൾക്കുമ്പോൾ ഒരു സമാധാനമാവും. പിന്നെ സമയം നോക്കി കല്യാണക്കാര്യം അവളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചോളാം. നിങ്ങളുടെ സ്നേഹം വിജയിക്കാൻ നീയും പാർവതിയും എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പാർവതി നീ നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് ഉറപ്പാ. നിങ്ങൾ ഒരുമിക്കണം. അതിന് എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കും. പ്രിയൻ ടെൻഷൻ അടിക്കണ്ട. സാറിനോട് എനിക്ക് എന്തുമാത്രം ബഹുമാനമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സാറിൻ്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനൊരു സഹായം ചെയ്യില്ല. സ്നേഹിച്ച പെൺകുട്ടിയെ അവൾ സ്നേഹിക്കുന്ന ആളുമായിട്ട് ഒരുമിപ്പിക്കാൻ വലിയൊരു മനസ്സ് വേണം. സാറിനതുണ്ട്. നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ അയാളുടെ സന്തോഷം മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അതിനയാളെ പിരിയുകയാണ് വേണ്ടതെങ്കിൽ അതും സന്തോഷത്തോടെ ചെയ്യണം.